ഇന്ന് നമുക്ക് മസാല ചായ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. നമ്മളുടെ ഇന്ത്യൻ സ്പൈസസ് കൊണ്ട് ഉണ്ടാക്കുന്ന ചായ ആയതുകൊണ്ട് ഇതിന് ബിരിയാണി ചായ എന്നും പറയാറുണ്ട്. 2 കപ്പ് മസാല ചായയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ് ഏലക്ക ചെറുതായിട്ട് ചതച്ചെടുത്തതാണ്, 1 മീഡിയം സൈസ് ഗ്രാമ്പൂ, ചെറിയൊരു കഷ്ണം കറുവപ്പട്ട, പിന്നീട് 1/2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണമാണ്. ഇതൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഇതിൽ ഏലക്കയുടെയും ഇഞ്ചിയുടെയും ടേസ്റ്റാണ് കുറച്ച് മുന്നിട്ട് നിൽക്കേണ്ടത്. ഈ ഒരു പാത്രത്തിൽ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ എല്ലാ സ്പൈസസും ഒന്നിട്ട് കൊടുക്കുക. അപ്പോൾ ഈ സ്പൈസസിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വീണ്ടും സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവർ വേണമെങ്കിൽ സ്പൈസസിൻ്റെ എമൗണ്ട് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. വെള്ളം തിളയ്ക്കുന്നത് വരെ ഒന്ന് കാത്തിരിക്കുക. വെള്ളം തിളച്ച ശേഷം 2 ടീസ്പൂൺ തേയില ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അപ്പം 1 ഗ്ലാസ് ചായയ്ക്ക് 1 ടീസ്പൂൺ തേയിലയാണ് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത്. ഇനി സ്ട്രോങ് ടീ വേണം എന്നുള്ളവർക്ക് 1/2 ടീസ്പൂൺ കൂടെ കൂട്ടി ഇട്ടാൽ കുഴപ്പമില്ല. എന്നിട്ട് 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് 1 സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക. 30 സെക്കൻഡിന് ശേഷം 1 ഗ്ലാസ് ചൂടുപാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ചായ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യണം. ഇവിടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ മീഡിയം ലെവലായിരിക്കും. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് ക്രമീകരിച്ചെടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ 30 സെക്കൻഡ് കൂടി ചായ തിളപ്പിക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇതിനിടയ്ക്ക് ചായ തിളച്ച് പൊങ്ങി വരുവാണെങ്കിൽ ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചായ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ കുറേ നേരം തേയില ഇതിനകത്ത് കിടന്നാൽ ചായയുടെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് 2-3 പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കുക. അപ്പം അടിക്കുമ്പോഴാണ് ആ ചായയുടെ ടേസ്റ്റ് കറക്റ്റ് കിട്ടുന്നത്. എന്നും കുടിക്കുന്ന സാധാരണ ചായയെക്കാട്ടി ഒന്ന് വ്യത്യസ്തമായിട്ട് ഈ മസാല ചായ അല്ലെങ്കിൽ ബിരിയാണി ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോസുമൊക്കെ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ.